ബ്രഹ്മോസ് എയ്റോസ്പേസ് നിർമ്മിച്ച ഒരു ഇടത്തരം സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് മിസൈൽ. ഇന്ത്യൻ കരസേന, നാവികസേന, വ്യോമസേന എന്നിവ ഉപയോഗിക്കുന്ന എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽ, എയർ ലോഞ്ച്ഡ് ആന്റി ഷിപ്പ് മിസൈൽ, ലാൻഡ് അറ്റാക്ക് മിസൈൽ, ഷിപ്പ് ലോഞ്ച്ഡ് സർഫസ് ടു സർഫസ് മിസൈൽ എന്നീ റോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു അപകടകാരിയായ സൂപ്പർസോണിക് മിസൈലാണ് ബ്രഹ്മോസ് എന്നത്. അതേസമയം പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി ഉപയോഗിക്കുന്ന ചൈനീസ് എയ്റോസ്പേസ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രി കോർപ്പറേഷൻ നിർമ്മിച്ച ഒരു സൂപ്പർസോണിക് ആന്റി ഷിപ്പ് മിസൈലാണ് YJ-12 എന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഈ രണ്ട് മിസൈലുകളിൽ ഏറ്റവും മികച്ചത് ഏതാണെന്ന് നമ്മളൊന്ന് വിശദമായി നോക്കാൻ പോകുന്നു. ഒന്നാമതായി റേഞ്ച്. 2016 സുഹായ് എയർ ഷോയിൽ ചൈനീസ് എയ്റോസ്പേസ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രി കോർപ്പറേഷന്റെ വക്താവ് പറയുന്നതനുസരിച്ച് YJ-12 290 കിലോമീറ്ററിന്റെ റേഞ്ച് ഉണ്ട്. എന്നാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവൽ വാർ കോളേജ് റിവ്യൂ ഈ മിസൈലിനെ 400 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലുകളുടെ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ YJ-12 250 മുതൽ 400 കിലോമീറ്റർ ദൈർഘ്യമുള്ള പ്രവർത്തന പരിധി ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതോടൊപ്പം വാർഹെഡിന്റെ വലിപ്പവും ഉയരവും അനുസരിച്ച് മാക് 4 വരെ വേഗത കൈവരിക്കാൻ YJ-12 കഴിയും. ചില സ്രോതസ്സുകൾ പ്രകാരം ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ബ്രഹ്മോസിനേക്കാൾ വേഗതയുള്ളതാണ്. കാരണം നമ്മുടെ ബ്രഹ്മോസിന് നിലവിൽ മാക് 3.5 വരെയുള്ള പരമാവധി വേഗത മാത്രമേ കൈവരിക്കാൻ കഴിയുകയുള്ളൂ. ബ്രഹ്മോസിന് തുടക്കത്തിൽ 290 കിലോമീറ്റർ റേഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും പിന്നീട് അത് 490 കിലോമീറ്ററായി ഉയർത്തിയിരുന്നു. ഈ സ്ഥിതിവിവര കണക്കുകൾ വെച്ച് റേഞ്ച് ഗെയിമിൽ ആരാണ് വിജയിക്കുന്നത് എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ റേഞ്ച് പരിഗണിക്കുമ്പോൾ YJ-12 നമ്മുടെ ബ്രഹ്മോസിനെ നേരിടാനുള്ള കഴിവുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. രണ്ടാമതായി എഞ്ചിൻ. ആദ്യഘട്ടത്തിൽ കര ഇന്ധനമുള്ള സോളിഡ് റോക്കറ്റ് ബൂസ്റ്ററിലും രണ്ടാം ഘട്ടത്തിൽ ദ്രവ ഇന്ധനമുള്ള ലിക്വിഡ് റോക്കറ്റ് റാംജെറ്റിലും പ്രവർത്തിക്കുന്ന ഒരു മൾട്ടി സ്റ്റേജ് മിസൈലാണ് ബ്രഹ്മോസ് എന്നത്. റാംജെറ്റ് അന്തരീക്ഷത്തെ ഒരു വർക്കിംഗ് മാസായി ഉപയോഗിക്കുന്നത് വഴി ആവശ്യമായ വേഗത കൈവരിക്കുകയും ചലിക്കുന്ന ഭാഗങ്ങളില്ലാത്തതിനാൽ റാംജെറ്റ് എഞ്ചിനുകൾ സാധാരണ ദ്രാവക ഇന്ധനമുള്ള റോക്കറ്റ് എഞ്ചിനുകളേക്കാൾ ലളിതവും കൂടുതൽ വിശ്വസനീയവും ഭാരം കുറഞ്ഞതാക്കുകയും ചെയ്യുന്നു. സോളിഡ് റോക്കറ്റ് ബൂസ്റ്റർ മിസൈലിനെ അതിന്റെ ക്രൂയിസ് വേഗത കൈവരിക്കാൻ സഹായിക്കുകയും ഈ പാത പിന്തുടരാൻ റാംജെറ്റ് സഹായിക്കുകയും ചെയ്യുന്നു. ആദ്യഘട്ടത്തിൽ സോളിഡ് റോക്കറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന്റെ സ്ഥിരീകരണമൊന്നുമില്ലാത്ത ഒരു സംയോജിത റാംജെറ്റ് സംവിധാനമാണ് YJ-12 ഉപയോഗിക്കുന്നത്. അങ്ങനെ ആയതിനാൽ YJ-12 റാംജെറ്റ് പ്രകടനത്തിൽ ബ്രഹ്മോസ് എഞ്ചിൻ ശേഷിയേക്കാൾ ദുർബലമായിരിക്കുന്നു. സ്റ്റാർട്ടിംഗ് ലൈനിൽ നിന്ന് തന്നെ റാംജെറ്റ് ഉപയോഗിച്ച് ഫ്ലൈറ്റ് തുടരുന്നത് പ്രതീക്ഷിച്ച ഫലം നൽകില്ല. കാരണം റാംജെറ്റുകൾക്ക് ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കാൻ ഉയർന്ന ആൾട്ടിറ്റ്യൂഡും ആക്സലറേഷനും ആവശ്യമാണ്. ഇതാണ് നമ്മൾ ബ്രഹ്മോസിന്റെ രണ്ടാം ഘട്ടത്തിൽ മാത്രം റാംജെറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാൽ ഉയർന്ന റേഞ്ചിൽ പരമാവധി വേഗതയിൽ തന്നെ ലക്ഷ്യത്തെ തകർക്കാൻ ബ്രഹ്മോസിന് മാത്രമാകും പറ്റുക. മൂന്നാമതായി ഗൈഡൻസ് സിസ്റ്റം. 2 ഘട്ടങ്ങളുള്ള മാർഗനിർദ്ദേശ സംവിധാനമാണ് ബ്രഹ്മോസ് ഉപയോഗിക്കുന്നത്. മിഡ് കോഴ്സിനായി ഇതൊരു ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നു. ഇതൊരു കമ്പ്യൂട്ടറിനൊപ്പം മോഷൻ സെൻസറുകളും ഗൈറോസ്കോപ്പുകളും ഉപയോഗിച്ച് തുടർച്ചയായി ടാർഗറ്റിന്റെ സ്ഥാനം ഡെഡ് റെക്കണിംഗിലൂടെയും സ്വയംഭരണ ജിയോസ്പേഷ്യൽ പൊസിഷനിങ്ങിനായി സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റത്തിലൂടെയും വളരെ ഉയർന്ന കൃത്യതയോടെ കണക്കാക്കുന്നു. ടെർമിനൽ ഘട്ടത്തിൽ പൂർണ്ണമായും സ്വയംഭരണാധികാരമുള്ളതിനാൽ ടാർഗറ്റ് ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ മിസൈലിന്റെ സ്മാർട്ട് കമ്പ്യൂട്ടർ സ്വയമേ പാത കണ്ടെത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. ഇത് പൈലറ്റുമാർ ശത്രുക്കളുടെ ഫയറിംഗിന് ഇരയാകുന്നത് കുറയ്ക്കുകയും കൃത്യത ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതേസമയം YJ-12 ഒരു ഇനേർഷ്യൽ മാർഗനിർദ്ദേശ സംവിധാനവും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ബെയ്ഡു നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റവുമുണ്ട്. ഇത് അമേരിക്കൻ ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റത്തിന്റെ എതിരാളിയായി ചൈന പ്രൊജക്ട് ചെയ്യുന്നു. ബെയ്ഡു സിസ്റ്റം YJ-12 ഒരു സ്വതന്ത്ര നാവിഗേഷൻ സിസ്റ്റം നൽകുന്നു. അങ്ങനെ സംഘർഷ സമയങ്ങളിൽ ചില മേഖലകളിലേക്കുള്ള പ്രവേശനം നിഷേധിക്കാൻ കഴിയുന്ന GPS-നെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ചൈനയ്ക്ക് കഴിയുന്നു. 90-ൽ കൂടുതൽ ടാർഗറ്റ് ഹിറ്റിംഗ് കൃത്യതയ്ക്കായി ടെർമിനൽ ഹോമിങ്ങിനായി ഒരു ആക്റ്റീവ് റഡാർ സീക്കറുമായുള്ള ഡേറ്റ ലിങ്ക് വഴി BDS അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ചൈന പ്രസ്താവിച്ചിരുന്നു. GPS പൂർണ്ണമായി കുറയുകയാണെങ്കിൽ പോലും BDS ഒരു ബാക്കപ്പായി പ്രവർത്തിക്കുന്നു. അവർ പറയുന്നത് പോലെ ശക്തമാണെങ്കിൽ ഇത് തീർച്ചയായും ഗുരുതരമായ ഒരു ഭീഷണി തന്നെയാണ്. നാലാമതായി വാർഹെഡ്. YJ-12 200 കിലോഗ്രാം മുതൽ 500 കിലോഗ്രാം പരമ്പരാഗത ഹൈ സ്ഫോടക വാർഹെഡ് വഹിക്കാൻ കഴിയും. എന്നാൽ ഇവയെ പറ്റിയുള്ള പ്രധാന ആശങ്ക 500 കിലോഗ്രാം ആണവ വാർഹെഡ് വഹിക്കാനുള്ള ഈ മിസൈലിന്റെ കഴിവാണ്. എന്നിരുന്നാലും 300 കിലോഗ്രാം ഭാരമുള്ള ഹൈ എക്സ്പ്ലോസീവ് അല്ലെങ്കിൽ സെമി ആർമർ പിയേഴ്സിംഗ് വാർഹെഡ് അല്ലെങ്കിൽ ആണവ പോർമുനയുടെ പരിമിതമായ ശേഷിയുള്ള അപകടകാരിയായ മിസൈൽ തന്നെയാണ് ബ്രഹ്മോസും. YJ-12 സ്രോതസ്സുകൾ അനുസരിച്ച് സത്യമാണെങ്കിൽ പേലോഡ് കപ്പാസിറ്റിയിൽ നമ്മുടെ മിസൈലിനേക്കാളും മികച്ചതാണ്. അഞ്ചാമതായി ആക്യുറസി. സർക്കുലാർ എറർ പ്രോബബിലിറ്റി അഥവാ CEP എന്നത് ബാലിസ്റ്റിക്സിന്റെ സൈനിക ശാസ്ത്രമായി പരിഗണിക്കുന്ന ആയുധ സംവിധാനത്തിന്റെ കൃത്യതയുടെ അളവുകോലാണ്. അതായത് CEP കുറവാണെങ്കിൽ മിസൈൽ കൂടുതൽ കൃത്യതയുള്ളതായിരിക്കുമെന്ന് കണക്ക് കൂട്ടുന്നു. ഈ കൃത്യതാ പരിശോധനയിൽ YJ-12 5 മുതൽ 7 മീറ്ററിന്റെ CEP കൃത്യതയുണ്ട്. അതേസമയം ബ്രഹ്മോസ് മിസൈൽ ഒരു വിസ്മയിപ്പിക്കുന്ന 1 മീറ്റർ CEP പ്രൊജക്ട് ചെയ്യുന്നു. ഇത് ഇന്ത്യയുടെ പ്രിസിഷൻ സ്ട്രൈക്ക് കഴിവിനെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. ആറാമതായി സീ സ്കിമ്മിംഗ് കപ്പാസിറ്റി.
ഇൻഫ്രാറെഡ് റഡാർ ഡിറ്റക്ഷൻ ഒഴിവാക്കാൻ പല കപ്പൽ വിരുദ്ധ മിസൈലുകളും ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് സീ സ്കിമ്മിംഗ് എന്നത്. അതോടൊപ്പം ശത്രുവിന്റെ വ്യോമ പ്രതിരോധം, ക്ലോസ് ഇൻ വെപ്പൺ സിസ്റ്റം എന്നിവയിൽ നിന്നും രക്ഷപ്പെടാൻ ഈ കഴിവ് മിസൈലുകളെ സഹായിക്കുന്നു. ബ്രഹ്മോസിന് ജലത്തിന്റെ ഉപരിതലത്തിൽ നിന്നും 3 മീറ്റർ മുതൽ 4 മീറ്റർ വരെ ഉയരത്തിൽ പറക്കാൻ കഴിയും. എന്നിരുന്നാലും YJ-12 കാര്യത്തിൽ YJ-12 നല്ല സീ സ്കിമ്മിംഗ് കഴിവുണ്ടെന്ന് വിദഗ്ധർ പറയുമ്പോഴും ഇവയെ പറ്റിയുള്ള ഡേറ്റ പൂർണ്ണമായും രഹസ്യമാണ്. ഏഴാമതായി ഓപ്പറേഷണൽ പ്ലാറ്റ്ഫോമും വേരിയന്റുകളും. യുദ്ധക്കപ്പലുകളിൽ നിന്നും കരയിൽ നിന്നുമുള്ള ട്രാൻസ്പോർട്ട്, ഇറക്ട് ലോഞ്ചർ, ഗ്രൗണ്ട് വെഹിക്കിളിൽ നിന്നും, അന്തർവാഹിനികളിൽ നിന്നും, യുദ്ധവിമാനങ്ങളിൽ നിന്നും തൊടുക്കാൻ കഴിയുന്നതിനാൽ ബ്രഹ്മോസിന് വളരെ വൈവിധ്യമാർന്ന പ്രവർത്തന പ്ലാറ്റ്ഫോം ശേഷിയുണ്ട്. ബ്രഹ്മോസിന്റെ ഷിപ്പ് ലോഞ്ച്ഡ് ആന്റി ഷിപ്പ് വേരിയന്റ് ഇതിനോടകം തന്നെ സേവനത്തിലുണ്ടെങ്കിലും കരയിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ആന്റി ഷിപ്പ് വേരിയന്റ് നിലവിൽ ഇൻഡക്ഷൻ പ്രക്രിയയിലാണ്. ബ്രഹ്മോസിന്റെ എയർ ലോഞ്ച്ഡ് ആന്റി ഷിപ്പ്, ലാൻഡ് അറ്റാക്ക് വേരിയന്റുകൾ വിജയകരമായി പരീക്ഷിക്കുകയും നിലവിൽ പ്രവർത്തന ഉൽപാദന ഘട്ടത്തിലേക്ക് കടക്കുകയുമാണ്. സുഖോയ് 30 MKയിൽ നിന്നും തൊടുത്തുവിട്ടാണ് ബ്രഹ്മോസ് അതിന്റെ എയർ ലോഞ്ച്ഡ് ടെസ്റ്റുകൾ വിജയിപ്പിച്ചത്. ഇന്ത്യൻ നാവികസേനയുടെ വിശാഖപട്ടണം, കൊൽക്കത്ത, ഡൽഹി, രജപുത്ത് ക്ലാസ് ഡിസ്ട്രോയറുകളിൽ ഇതിനോടകം തന്നെ ബ്രഹ്മോസിന്റെ വകഭേദങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈനയുടെ ആക്രമണം തടയാൻ ഇന്ത്യൻ സൈന്യം ബ്രഹ്മോസിനെ ആകാശ് നിർഭയ് മിസൈലുകൾക്കൊപ്പം വിന്യസിച്ചിരുന്നു. നിലവിൽ സുഖോയ് 30 MKകൾക്ക് മാത്രമേ ബ്രഹ്മോസിനെ ഫയർ ചെയ്യാൻ കഴിയൂവെങ്കിലും സമീപ ഭാവിയിൽ ബ്രഹ്മോസ് NG അപ്ഗ്രേഡുകൾ പുറത്തിറങ്ങുമ്പോൾ MiG-29K, HAL തേജസ്, ദസോ റഫാൽ എന്നിവയും നവീകരിക്കപ്പെടും. വരാനിരിക്കുന്ന ബ്രഹ്മോസ് നവീകരണങ്ങൾ വേഗതയ്ക്കും റേഞ്ചിനും വിട്ടുവീഴ്ച നൽകാതെ തന്നെ അതിനെ ചെറുതും ഭാരം കുറഞ്ഞതുമാക്കുന്നു. കൂടാതെ ഓരോ സുഖോയ് 30 MKയ്ക്കും 3 ബ്രഹ്മോസ് NG മിസൈലുകൾ വഹിക്കാൻ കഴിയും. അതേസമയം YJ-12 വായുവിൽ നിന്നോ കരയിൽ നിന്നോ ലോഞ്ച് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് YJ-12 എയർ ലോഞ്ച്ഡ് വേരിയന്റും YJ-12B ഭൂമി അടിസ്ഥാനമാക്കിയുള്ള വേരിയന്റുമാണ്. ഇതിന്റെ കയറ്റുമതി പതിപ്പായ CM-302 ലോകത്തിലെ ഏറ്റവും മികച്ച കപ്പൽ വിരുദ്ധ മിസൈലാണെന്ന് ചൈന അവകാശപ്പെടുന്നു. ഇതിന് 5000 ടൺ യുദ്ധക്കപ്പലിനെ പോലും പ്രവർത്തനരഹിതമാക്കാൻ കഴിയുമെന്നും കൂടാതെ മാക് 3-ലധികം ടെർമിനൽ സ്റ്റേജ് ഫ്ലൈറ്റ് വേഗതയുണ്ട് എന്നും ചൈന അവകാശപ്പെടുന്നു. ചൈനയുടെ സുഖോയ് 30 MKക്ക് അല്ലെങ്കിൽ ഷെങ്യാങ് J-11 എന്നിവയുമായി ചേർക്കുമ്പോൾ YJ-12 1900 കിലോമീറ്റർ ദൂരത്തെക്കുറിച്ച് വിവിധ വിദഗ്ധരും ഭയപ്പെടുന്നു. കൂടാതെ ചൈനയുടെ H-6 ബോംബറുകളിൽ നിന്നും ഈ മിസൈൽ ഇതിനോടകം തന്നെ പരീക്ഷിച്ചിരുന്നു. ഷെൻയാങ് J-16, ചെങ്ഡു J-10 എന്നിവയും YJ-12കൾ സജ്ജീകരിക്കുന്നതിന്റെ വികസന ഘട്ടത്തിലാണ്. പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവിയുടെ സോവറമെനി ക്ലാസ് ഡിസ്ട്രോയറിന്റെ 4 സജീവ കപ്പലുകൾ ഷിപ്പ് ലോഞ്ച്ഡ് YJ-12 വേരിയന്റുമായി സജ്ജീകരിച്ചിരിക്കുന്നു. ഓരോ രാജ്യവും എത്ര മിസൈലുകൾ കൈവശം വച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അത്തരം തന്ത്രപ്രധാനമായ വിവരങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കാറില്ല. 2008 ഒരു ഔദ്യോഗിക വാർത്തയനുസരിച്ച് 10 വർഷത്തിനുള്ളിൽ ബ്രഹ്മോസിന്റെ നിർമ്മാണം പ്രതിവർഷം 25 മിസൈലുകളിൽ നിന്നും 50 ഉയർത്തിയിരുന്നു. അതിനുശേഷം എല്ലാ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും നിരവധി തകർപ്പൻ ബ്രഹ്മോസ് ടെസ്റ്റുകൾ നടത്തിയിരുന്നു. അതോടൊപ്പം ഉത്തർപ്രദേശിൽ ഒരു ബ്രഹ്മോസ് NG നിർമ്മാണ പ്ലാന്റ് പോലും നിലവിൽ ആസൂത്രണം ചെയ്യുന്നുമുണ്ട്. 2015 ചൈന വിക്ടറി ഡേ പരേഡിലെ സജീവമായ സേവന ആയുധ പ്രദർശന പരേഡുകളിൽ YJ-12 ഉൾപ്പെടുന്നു. അതിനാൽ ഇത് വളരെ കാലമായി സജീവ സേവനത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിലും നിശ്ചിതമായ നമ്പറുകളൊന്നും പുറത്തുവിട്ടിട്ടില്ല. ചെറിയ ആയുധങ്ങളുടെ വിശ്വാസ്യത ഘടകത്തിൽ നിന്ന് വ്യത്യസ്തമായി മിസൈൽ വികസനത്തിൽ ചൈന ഒരു പ്രധാന ശക്തിയാണ് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഭാവിയിലെ ഹൈപ്പർസോണിക് വേരിയന്റുകളിൽ ബ്രഹ്മോസ് എയറോസ്പേസ് ഇതിനോടകം തന്നെ ഏർപ്പെട്ടിട്ടുണ്ട്. ആസൂത്രിതമായ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് 2 നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവയ്ക്ക് മാക് 8 വരെയുള്ള വേഗതയിൽ 600 കിലോമീറ്റർ മുതൽ 800 കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ടായിരിക്കും. മറുവശത്ത് ചൈന തങ്ങളുടെ കയറ്റുമതി പതിപ്പുകളായ CM-302, CM-400 എന്നിവയുടെ കൂടുതൽ വികസനം ലക്ഷ്യമിടുന്നു. മിക്ക സമയത്തും ചൈന തങ്ങളുടെ ആയുധ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുകയും കടലാസിൽ ചൈനീസ് ആയുധങ്ങൾ എപ്പോഴും വളരെ പുരോഗമിച്ചതായി കാണപ്പെടുകയും ചെയ്യുന്നുവെങ്കിലും മുൻകാലങ്ങളിൽ ഭൂരിഭാഗം ചൈനീസ് ആയുധങ്ങളും കടലാസിൽ കാണുന്നത് പോലെ പ്രവർത്തിച്ചിട്ടില്ല എന്നത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. YJ-12 പേപ്പർ സ്പെസിഫിക്കേഷനുകൾ ചില പോയിന്റുകളിൽ ബ്രഹ്മോസിനേക്കാൾ കൂടുതൽ ശേഷിയുണ്ടെങ്കിലും ഒരു യുദ്ധത്തോടടുക്കുമ്പോൾ മാത്രമേ ഇവയുടെ വ്യത്യാസങ്ങൾ നമുക്ക് കൃത്യമായി അറിയാൻ കഴിയുകയുള്ളൂ.